ഈ കൊല്ലം അതാണ്. ഈ കൊല്ലത്തെ ആദ്യത്തെ ദിവസമാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടണ്ടേ? അത് കൂടിയിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കൂടണം കൂടണം. അൻപത് ഭാഷ നമ്മൾ സാധാരണ വരുന്ന ആരെയും നിങ്ങൾ സ്റ്റേജിൽ കാണാത്തത്. എന്നാലും നമ്മുടെ പ്രിയങ്കരായ വിശിഷ്ടാതിഥികളുടെ കുറേ പേര് വേദിയിലിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് അസീസാക്കയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. MTA പ്രസിഡന്റ് അഖിലയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ടീച്ചർ, ഞങ്ങൾ ഈ കൊല്ലം ആദ്യം തന്നെ പറയാണ്, ഞങ്ങൾ രണ്ടാളും ഈ കൊല്ലത്തെ മാർച്ച് 31 വരെ മാത്രമാണ് നമ്മുടെ സ്കൂളിൽ അധ്യാപകരായി ഉണ്ടാകുക. ഞങ്ങൾക്ക് ഇനി വരാൻ ബുദ്ധിയുണ്ട്. പക്ഷെ എന്താണ്, 56 വയസ്സായി ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് ഗവൺമെന്റ് പറഞ്ഞ കൊല്ലമായതുകൊണ്ട് ഞങ്ങൾ രണ്ടാളെ അവസാനത്തെ പ്രവേശനോത്സവമാണ്. ഒരു കൈയ്യടിക്കുന്ന ആത്മമായി രീതിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മുടെ സ്കൂളിലെ അത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ സീനിയർ അധ്യാപകനായി അൻവമാഷുണ്ട്. അൻവമാഷ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സെമിന ടീച്ചർ ഇല്ലേ അവിടെ? സെമിന ടീച്ചർ നമ്മുടെ പ്രിയപ്രിയയുടെ പ്രിൻസിപ്പളാണ്. ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മുടെ SRT കൺവീനർ ഷെരീഫ് സാറുണ്ട്. ഉസ്താദാണ്. നല്ലൊരു കയ്യിൽ കൊടുക്കണം. അതിന് ഉസ്താദിന് വരാൻ പഠിക്കുന്ന. പിന്നെ നമ്മുടെ പ്രിയങ്കരായ 2 രക്ഷിതാക്കളെയാണ് വേദിയിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് പറയും, അവര് നിങ്ങളെ അറിയും, നിങ്ങൾക്ക് അവരെയും അറിയും. അതിലൊന്ന് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായി നമ്മൾ കിട്ടിയ അവസരത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കുട്ടികൾ പഠിച്ചാൽ മാത്രം പോരാ, അവർക്ക് നല്ല ശീലങ്ങൾ വേണം. കഴിഞ്ഞ കൊല്ലം നമുക്കറിയാം, ഒരു ഷഹബാസ് വധക്കേസൊക്കെ കേട്ടതാണ്. കുട്ടികൾ തമ്മിലുള്ള ചെറിയ കശവിശയാണ് അത്രയും വലിയൊരു അപകടത്തിൽ എത്തിച്ചേർന്നത്. നമ്മുടെ മക്കളാരും അവനായിട്ടില്ല. വീടുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും അവർക്ക് കിട്ടേണ്ടത് നല്ല ഉപദേശങ്ങളും നല്ല പെരുമാറ്റങ്ങളുമാണ്. അപ്പൊ അതിനുള്ള തുടക്കമാണ് ആദ്യത്തെ 15 ദിവസമെങ്കിലും. അപ്പൊ മാഷെ സ്കൂളിൽ LKG എന്താണ് അവർക്ക് കൃത്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു മിഠായി കഴിച്ചാൽ കുട്ടി കൊണ്ടുപോയിട്ട് നിങ്ങൾ അടുക്കളയിൽ വെച്ച വേസ്റ്റ് കൊട്ടയിൽ തന്നെ മിഠായി കടലാസ് ഇടുന്നത്. അത് അവിടെ മാത്രമല്ല മോനും. ജീവിതത്തിൽ എവിടെ പോയാലും, ഈ ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ വേസ്റ്റ് ബിന്നുണ്ട്, സ്കൂളിൽ വേസ്റ്റ് ബിന്നുണ്ട്, മദ്രസയിൽ വേസ്റ്റ് ബിന്നുണ്ട്. അവിടെ അല്ലാതെ നമ്മുടെ വേസ്റ്റ് എവിടെയും പുറത്തിടരുത്. നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുന്നു, കക്കൂസ് പോകുന്നു. അതുപോലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ മിഠായിയോ മറ്റോ കഴിക്കുമ്പോൾ, നമ്മൾ പെൻസിൽ കുറിപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന വേസ്റ്റ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളാണ് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ രഹസ്യമായി ആരും കാണാതെ വാതിലടച്ച് വെള്ളം ഉപയോഗിച്ച് മൂത്രമൊഴിച്ച സ്ഥലവും എല്ലാം വൃത്തിയാക്കി നമ്മൾ പോരുന്നത്. അതുപോലെയാണ് മാലിന്യങ്ങൾ. ഒരു മാലിന്യവും നമ്മൾ മറന്നില്ല. ഇത് നമ്മളെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടേ. മുഴുവൻ നമ്മളോടൊപ്പം നിന്ന് നമുക്കൊപ്പം നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചാണ് ചെയ്യുന്നത്. ഇതൊക്കെ രണ്ടാമല്ലേ പറയുന്നത്. ഈ കൊല്ലം അധികാരം ഒന്നിച്ച് ഉൾക്കൊണ്ട് നമ്മുടെ 50ാം വാർഷികവും നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനത്തിൽ ഒരു നല്ല ഒരു അംബാസിഡർ ചോദിക്കുന്നു. പിന്നെ ഈ വർഷം നമ്മുടെ ക്ഷണമൊന്നുമില്ലാതെ എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂള് എന്ന വിചാരത്തിലൂടെ എത്തിച്ചേർന്ന ആളുകളുണ്ട്. അവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റിനോട് ആഗ്രഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ ഘടന എന്താണ് പറഞ്ഞുതരാം. ഈ മീറ്റിംഗ് കഴിയുന്നത് വരെ എല്ലാവരും അച്ഛനത്തിൽ സഹകരിച്ച് ചോറ് വെച്ച് വേണമെങ്കിൽ മാത്രം ചോറ് തിന്നാൽ മതി. രക്ഷിതാക്കളെ കൂടെ കൊണ്ടുവരുമ്പോൾ ഉച്ചയോട് ക്ലാസ് അവസാനിക്കുന്ന പുതിയതായി ഓട്ടോറിക്ഷയിൽ കേൾക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കുട്ടികളെ ഒരാഴ്ച ബസ്സിൽ കയറി ഏത് സ്റ്റേജിൽ എല്ലാം പഠിക്കുന്നതിന് നിർത്താമെന്നുണ്ട്. എല്ലാവരും നിർത്തിനായ അവസാനം ക്ലോസ് ചെയ്തുകൊണ്ട് കുട്ടികളെ മനസ്സിലാവുന്നുണ്ടോ? ബസ്